ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഉമ്മ ടൗണിൽ പോയപ്പോൾ എന്തിനാ പോയെന്ന് എനിക്കറിയുമ്പോഴുള്ള എൻ്റെ ഉമ്മ ടൗണിൽ പോയപ്പോൾ എനിക്ക് വേണ്ടി എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. കമോൺ. അതിൻ്റെ മുമ്പ് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം സബ്സ്ക്രൈബും ലൈക്കും ഷെയറും നല്ല അത്യാവശ്യമായി ചെയ്യേണ്ടതാണ്. കാരണം എനിക്ക് അത്രത്തോളം കുറവാണ് ഈ 3 സാധനങ്ങളും. അതായത് ഷെയർ എനിക്ക് എങ്ങനെയാണെന്നറിയില്ല, ഈ ലൈക്കും സബ്സ്ക്രൈബേഴ്സും എനിക്ക് ഭയങ്കര കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പറയണം കേട്ടോ. എനിക്ക് വെറും 91 സബ്സ്ക്രൈബേഴ്സുള്ള ഓരോരുത്തരും ഗീവ് അവേ ചെയ്യുമ്പോൾ എനിക്കാണെങ്കിൽ സങ്കടം വരികയാണ് കേട്ടോ. നിങ്ങൾക്കും ഞാനൊരു ഗീവ് അവേ ചെയ്യും, പക്ഷെ ആ ഗീവ് അവേ ഒക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തന്നാൽ ഞാൻ നിങ്ങൾക്ക് ആ ഗീവ് അവേ അങ്ങോട്ട് തരും. ആ ഗീവ് അവേ കിട്ടണമെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബും ചെയ്യണം, പിന്നെ ഗീവ് അവേ ടൈം ആകുമ്പോൾ ഞാൻ പറയും. അപ്പം നിങ്ങൾ ലൈക്കും കമൻറ്റും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവരെ സബ്സ്ക്രൈബ്. ഇവിടെ നല്ല കൊതു വോയിസ് ബൈ. അപ്പം നമുക്ക് എന്തായാലും വഴുകിപ്പിക്കുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ കാര്യം പറഞ്ഞ് വഴുകിപ്പിക്കുന്നില്ല. നമുക്ക് ഇനി നേരെ ഇങ്ങോട്ട് പോവാം, ഇതിലോട്ടേക്ക് പോവാം. നമ്മുടെ സാധനങ്ങൾ എടുക്കുന്നതിലോട്ടേക്ക് പോവാം. ആരും ഗിവ് അവേൻ്റെ കാര്യം മറക്കണ്ട കേട്ടോ. ഗിവ് അവേ കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി നേരെ സാധനങ്ങളിലോട്ടേക്ക് പോവാം. ഓക്കെ, ഇനി നമ്മൾ ആദ്യം ഉള്ളത് ഈ ഒരു കളറായിട്ടുള്ളൊരു പേനയാണ്. ഇത് സെയിം ഉമ്മ ഇക്കാക്കും മേടിച്ചിട്ടുണ്ട്. അത് സ്പൈഡർമാൻ്റെ ആണ്. ഞാൻ ഇതിൻ്റെ മാത്രം കാണിച്ചിരുന്നുള്ളൂ കേട്ടോ. 6 കളേഴ്സാണ്. ബ്ലാക്ക്, പർപ്പിള്, ബ്ലൂ, ഗ്രീന്, ഓറഞ്ച്, റെഡ്. 3 കളേഴ്സാണ്. 3 അല്ല 6 കളേഴ്സാണ് നമുക്ക് വരുന്നത് കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് എന്തോന്നാന്ന് നോക്കാം. എല്ലാത്തിനും അടുത്ത് നീക്കി വെച്ചാൽ പെട്ടെന്ന് എടുക്കാമല്ലോ. ഓക്കെ, പിന്നെ എനിക്ക് സ്കൂളിൽ ഇട്ടിട്ട് പോകാൻ ഇച്ചിരി റബ്ബർ ബാൻഡ്സൊക്കെയാണ് മേടിച്ചിരിക്കുന്നത്. 1 2 3 4 ഇതിൽ 4 എണ്ണം ഉണ്ട്. ഇതിന് 10 രൂപ. പിന്നെ ഇതിന് എത്ര രൂപയെന്ന് എനിക്കറിയാൻ പാടില്ല, കാരണം ഇതിൽ എഴുതിയിട്ടില്ല ഇതിന് എത്രയാണെന്ന് എനിക്കറിയാൻ പാടില്ല. നെക്സ്റ്റ് ഈ അൺബോക്സ് ചെയ്തതിനൊക്കെ അങ്ങോട്ട് നീക്കി വെക്കാം. 4 5. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് 1. 2 എണ്ണം ഇതേപോലത്തെ കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തിൽ 1 2 3 4 5 എണ്ണം ഉണ്ട്. ഇതിൽ 5 എണ്ണം. ആൻഡ് ഇതിലും 5 എണ്ണം തന്നെയല്ലേ. 2ലും 5 എണ്ണം 1 2 3 4 5 1 2 3 4 5. അപ്പോൾ ഈ 10 ഇങ്ങനത്തെ റബ്ബർ ബാൻഡ്സാണ്. പിന്നെ വരുന്നത് ഇതേപോലത്തെ ഒരു വലിയൊരു കട്ടിയുള്ളതാണ്. എനിക്കിത് എന്തിനാണെന്നറിയില്ല, എനിക്കും ഇങ്ങനത്തേൻ്റെയൊക്കെ ആവശ്യം. കാരണം എൻ്റെ മുടിയില്ലേ ഇങ്ങനത്തേലൊക്കെ കിട്ടിയാലേ ഏകദേശം എങ്കിലും ഇത്തിരി മര്യാദക്ക് നിൽക്കുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്. ഇതിന് 20 രൂപയാണ് വരുന്നത്. ഇതിന് 2 എണ്ണം 10 ഇതാണ് വരുന്നത്. ഇതിന് 10 അപ്പോൾ കറക്റ്റാണ്. നെക്സ്റ്റ് ഈ ഒരു പൂവുള്ളൊരു റബ്ബർ ബാൻഡാണ് കേട്ടോ. ഒരു പൂവുള്ളത് കണ്ടോ, ഒരു പീച്ചസ് പോലത്തെ ഒരു കളറ്. ഇതിന് 48 രൂപ. ഇവിടെ ഒരു സ്ലൈഡും കൂടി ഉണ്ടായി. ആ സ്ലൈഡ് ഞാൻ എടുക്കാൻ മറന്നു. അപ്പോൾ ഞാൻ ആ സ്ലൈഡ് എടുത്തിട്ട് വരാം. എനിക്കിപ്പോഴാണ് മനസ്സിലായത് സ്ലൈഡ് കാണുന്നില്ല. അത് എവിടെയോ ഹാളിൽ വെച്ച് ഉമ്മ വരുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൽ സ്ലൈഡ് ഉണ്ടായി. കൊതുപോണ് മനുഷ്യനത് നന്നായി ഒരു വീഡിയോ എടുക്കാൻ നോക്കിയത് സമ്മതിക്കില്ല. ഞാനും ഉമ്മയും കൂടി സോഫയിൽ നിന്ന് നോക്കിയപ്പോൾ സ്ലൈഡ് ഉണ്ടായി. പക്ഷെ ഇപ്പോൾ സ്ലൈഡൊന്ന് പോയി.
അപ്പോൾ നമുക്കിനി ഇപ്പം നെക്സ്റ്റ് സാധനം നോക്കാം. ഒരു പച്ച കളറ് സ്ലൈഡാണ് കേട്ടോ. അപ്പം ഒരു പച്ച കളറ് പൂവൊക്കെയുള്ളൊരു സ്ലൈഡാണ്. നെക്സ്റ്റ് ഗൈസ്, ഞാനിപ്പോൾ ഓർക്കുന്നത് അത് ഞാൻ പണ്ട് എപ്പോഴോ ഒരു എന്താ പറയുക, എപ്പോഴും ഉമ്മ ടൗണിൽ പോയി. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ടൗണിൽ പോയപ്പോൾ ഉമ്മ എനിക്കൊരു ഫാൻസി സ്ലൈഡ് മേടിച്ചു തന്നായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമില്ല, കഴിഞ്ഞ പ്രാവശ്യം എപ്പോഴാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു തവണ ഉമ്മ ഇവിടെ പോയപ്പോൾ ഉമ്മ എനിക്കൊരു സ്ലൈഡ് മേടിച്ചാണ്, ഇതേപോലത്തെ ഒരു പച്ച കളർ സ്ലൈഡ്. ആ സ്ലൈഡാണ് ഇപ്പോൾ കാണുന്നത്. അതാണ് ഞാൻ ഇപ്പോൾ ഉദ്ദേശിച്ച് പറഞ്ഞത്. അവിടെ സ്ലൈഡും കാര്യങ്ങളൊന്നും ഉമ്മ വാങ്ങിച്ചു തന്നിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ക്ലേ സെറ്റാണ്. കണ്ടോ, നമുക്കിതിനൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. പൊട്ടിക്കാൻ ഇച്ചിരി പാടാണല്ലോ. അയ്യോ, ഇതിന് വരുന്നതാ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ തന്നു. എന്തിനാണാവോ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ? പക്ഷെ നമുക്കത് ട്രാൻസ്പെറൻറ്റ് ഷീറ്റായിട്ട് ഉപയോഗിക്കാം. പിന്നെ ദിസ് ഇസ് അവർ ക്ലേ. ഇനി മോൾഡ് കാര്യങ്ങളൊന്നുമില്ലടേ, മോൾഡ് എല്ലാം വേണമെന്ന്. പിന്നെ ഞാനിത് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ഞാൻ ഒന്നുകൂടി ഫെവിക്കോൾ വെച്ച് ഒന്ന് ഒട്ടിച്ചെടുത്താട്ടാ. അതുകൊണ്ടാണ് ഈ വൈറ്റൊക്കെ ഇങ്ങനെ ഇരിക്കണേ. ഐസ് ഇവിടെ മുഴുവൻ എൻ്റെ ഉമ്മാൻ്റെയും കാക്കൻ്റെയും എല്ലാവരുടെയും ബഹളമാണ്. മാത്രമല്ല ഇപ്പം എൻ്റെ ഉമ്മയാണ് കയറി വന്നത്. നമ്മളെവിടെ നിന്ന് ഇപ്പം നിർത്തി. അപ്പം ഇതാണ് നമ്മുടെ ഈ അതുകൊണ്ടാണ് ഈ വൈറ്റൊക്കെ ഇങ്ങനെ ഇരിക്കണേ. ഇങ്ങനെ അങ്ങനെ എൻ്റെ കാക്കൻ്റെ അടുത്ത് കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മേ. നന്നായി. അപ്പം അതുകൊണ്ടാണ് ഈ വൈറ്റൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഉപയോഗിച്ച് നോക്കിയാണ്. എന്നാലും ഇങ്ങക്ക് വേണമെന്ന് കാണിച്ചുതരാം. ഇച്ചിരി കളേഴ്സൊക്കെ വന്നു, അതിനെയൊക്കെ ഞാൻ കാണിച്ചുതരാം. പിങ്ക് ഇതിൽ 12 കളേഴ്സാണ്. കണ്ടോ, നമുക്ക് ഇതിന് തിരിച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ആവേശത്തിൽ വൈറ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കിയതാണ്. അതുകൊണ്ടാണ് വൈറ്റ് അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ പർപ്പിൾ, പിന്നെ വരുന്നത് ഇത്. എൻ്റെ ഗ്രാൻഡ് മപ്പ കയറി വരുന്നത് ഒന്നുമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ഒട്ടലും കാര്യങ്ങളൊന്നും പോയിട്ടില്ല, കാരണം ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. നമുക്കിതിന് ഇങ്ങനെ കണ്ടച്ച് അമർത്തും. ഇല്ലെങ്കിലും ഒട്ടുണ്ടെങ്കിലും ഇങ്ങനെ കട്ടെ. നല്ല അടിയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ എന്ത് ക്ലേ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഇതിലുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ബൈ.